നമസ്തേ. ഇസ്രയേലിൻ്റെ ദേശീയ പക്ഷി കേരളത്തിലെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപൂർവമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ചുണ്ടുപോലെ തന്നെ ബാക്കിലോട്ട് അത് ഇടയ്ക്ക് അതിങ്ങനെ അതിന്റെ പൂവില്ല തലയുടെ ബേക്ക് അതിങ്ങനെ വിരിഞ്ഞു വരും. ഇങ്ങനെ ഒരു റാ പോലെ. ഇച്ചിരി മുന്നേ ഞാൻ അങ്ങനെ കണ്ടായിരുന്നു അതിനെ ഇറങ്ങിയപ്പോൾ. അവിടെ ഇരുന്ന് ശരിക്കും കാണാൻ പറ്റുന്നില്ലേ? അല്ല, ഞാനിങ്ങനെ ഇറങ്ങിയപ്പോഴാണ് കണ്ടേ. കഴിഞ്ഞ ആഴ്ച ഞാൻ കോഴിക്കോട് ജില്ലയിലെ അടിവാരത്തിനടുത്തുള്ള വനപർവം എക്കോ ടൂറിസം അവിടെ ആയിരിക്കുന്ന സമയത്ത്, അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് അതിന് തൊട്ടടുത്തുള്ള പ്രദേശത്താണ് ഈ ഒരു പക്ഷിയെ കാണാനായിട്ടിടയായത്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ അത് ഒരു പോസ്റ്റിൻ്റെ കമ്പിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ തലയിലെ പൂവ് നല്ല രീതിയിൽ വിടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ആ പക്ഷിയെ ശ്രദ്ധിച്ചത്. മാത്രവുമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ മറ്റൊരു സ്ഥലത്ത് ഈ ഒരു പക്ഷി പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത ഞാൻ ചിത്രം സഹിതം പത്രത്തിൽ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ പക്ഷിയെ തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. ഹൂപ്പു, അല്ലെങ്കിൽ ചില ആളുകൾ ഹൂപ്പോ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഉപ്പുപ്പ എപ്പോപ്സ് എന്നൊക്കെ പറയുന്ന പല പേരുകളിൽ അറിയപ്പെടുന്നതായിട്ടുള്ള ഈ ഒരു ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷി, ഇത് വളരെ അപൂർവമായുള്ള ഒരു സൈറ്റിംഗ് ആണ്. കേരളത്തിൽ വളരെ കുറച്ച് സമയങ്ങളിലാണ് ഈ പക്ഷി കാണപ്പെട്ടിട്ടുള്ളത്. പക്ഷിയുടെ കിരീടം പോലെ ഉയർത്തുന്ന തലയിലെ ക്രസ്റ്റാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ജൂത സംസ്കാരത്തിലും മരുഭൂമി പ്രദേശങ്ങളിലും പ്രത്യേക പ്രതീകമായിട്ട് ഈ പക്ഷിയെ കാണുന്നുണ്ട്. ഓറഞ്ച് തവിട്ട് നിറമുള്ള ശരീരം, കറുപ്പ് വെളുപ്പ് വരകളുള്ള ചിറകുകൾ, കൂടാതെ കിരീടം പോലെയുള്ള അതിൻ്റെ തലയിലെ ആ ഒരു പൂവ് അല്ലെങ്കിൽ ആ ഒരു പീലി. പക്ഷി പറക്കുമ്പോൾ ചിറകുകളുടെ പാറ്റേൺ അതിനെ മറ്റെല്ലാ പക്ഷികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. സാധാരണയായിട്ട് യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. ഭൂമിയിൽ നിന്നുകൊണ്ട് ചെറിയ കീടങ്ങളും അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഈ പക്ഷിയുടെ ഭക്ഷണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് ശാസ്ത്രീയമായിട്ട് ആഴത്തിലേക്ക് പോയിട്ടില്ല. പുഴുക്കൾ, ചെറിയ ഇൻസെക്റ്റുകൾ, മണ്ണിനുള്ളിലെ പുഴു, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഭക്ഷണം എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. യഥാർത്ഥത്തിൽ ഇത് കുടിയേറ്റ സ്വഭാവമുള്ളൊരു പക്ഷിയാണ്. കാലാവസ്ഥാ മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണ ലഭ്യത, ദൂരെ സഞ്ചരിക്കുന്ന മൈഗ്രേഷൻ പാറ്റേണൊക്കെ ഇതിനുണ്ട്. മഴക്കാല സാഹചര്യങ്ങളൊക്കെ ഇതിൻ്റെ യാത്രയെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നി എന്നുള്ളതാണ്. മനുഷ്യനാണ് അതിർവരമ്പുകളുള്ളത്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ അനുവാദം വേണം, പാസ്പോർട്ട് വേണം. പക്ഷേ പ്രകൃതി ഈ ഭൂമിയെ വസുധൈവ കുടുംബകം എന്ന് പറയുന്നത് പോലെ എല്ലാം ഒന്ന് എന്നുള്ളൊരവസ്ഥയിൽ പ്രകൃതി അതിനെ കാണുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനുഷ്യനാണ് ഈ അതിർവരമ്പുകൾ ഒക്കെ ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതിക്കും അതിലെ ജീവജാലങ്ങൾക്കും ആ അതിർവരമ്പുകൾ ഇല്ല. അപ്പോൾ സാധാരണയായിട്ട് വരണ്ട തുറന്ന സ്ഥലങ്ങളിലാണ് ഈ പക്ഷി പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ പക്ഷിയെ കാണുന്നത് അപൂർവമാണെങ്കിലും ചില മൈഗ്രേഷൻ സീസൺസിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട സൈറ്റിങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാനീ കണ്ട സൈറ്റിംഗ് അതുകൊണ്ട് തന്നെ വളരെ വിലപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുകയാണ്. ഇതിനൊരു സ്പിരിച്വൽ സിഗ്നിഫിക്കൻസും കൂടെയുണ്ട്. ആ ഒരു രീതിയിലും കൂടെ നമ്മളിങ്ങനെ അപൂർവമായിട്ടുള്ള സൈറ്റിങ്ങുകളെ വിലയിരുത്താറുണ്ട്. അപ്പോൾ ഒരു ഭാഗ്യം പോലെ ഞാൻ ഈ പക്ഷിയെ വളരെ അടുത്ത് കാണാനും, എൻ്റെ അടുത്ത് വലിയ ക്യാമറയൊന്നും ഉണ്ടായിരുന്നില്ല, മൊബൈൽ ക്യാമറയിൽ വീഡിയോയും ചിത്രങ്ങളും എടുക്കാനും കഴിഞ്ഞു. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എന്ന് വെച്ചാൽ വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് എനിക്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ മനോഹാരിത ആ നിമിഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതിക്ക് ഇങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന നിമിഷങ്ങൾ, അത്ഭുതപ്പെടുത്തുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സൈറ്റിംഗ് വളരെ ആഴത്തിൽ നമ്മളെ സ്പർശിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കും ഈ പക്ഷിയുടെ മനോഹാരിത ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇത് ഒരു പക്ഷിയല്ല, ഒരു സന്ദേശമാണ് എന്നാണ് ആത്മീയമായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷിയായ ഹൂപ്പു ജൂത ആത്മീയ ഗ്രന്ഥങ്ങളിൽ കിങ് സോളമൻ അദ്ദേഹത്തിൻ്റെ ദൈവദൂതനായിട്ട് അറിയപ്പെടുന്ന പക്ഷിയാണ്. പൗരാണിക ജൂത ഗ്രന്ഥങ്ങളിൽ ഹൂപ്പു അറിയപ്പെടുന്നത് സ്വർഗവും ഭൂമിയും തമ്മിൽ സന്ദേശം കൊണ്ട് നടക്കുന്ന ഒരു പക്ഷിയായിട്ടാണ്. നമ്മളിതിനെ കാണുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സ്പിരിച്വൽ മീനിങ് എന്ന് പറയുന്നത് നമ്മളൊരു ഇന്നർ ഷിഫ്റ്റിലേക്ക് കടക്കുകയാണ്. ഒരു ഹയർ ഗൈഡൻസിൻ്റെ അടയാളം നമുക്ക് ലഭിക്കുകയാണ്. പ്രപഞ്ചം നമുക്കൊരു സിഗ്നൽ തരുന്ന ഒരു സമയമായിട്ട് ഇതിനെ ഞാൻ വ്യക്തിപരമായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഈ പക്ഷി എല്ലാവർക്കും പ്രത്യക്ഷപ്പെടില്ല. അതൊരു സെലക്റ്റീവ് മെസ്സഞ്ചറാണ്. ആത്മീയ പാരമ്പര്യത്തിൽ വിശ്വാസം അല്ലെങ്കിൽ ഇന്നർ അവേക്കനിങ് ഉള്ളവർക്കാണ് ഈ പക്ഷി പ്രത്യക്ഷപ്പെടുന്നത് എന്ന് വിശ്വാസങ്ങളുണ്ട്. ഇത് പ്രത്യക്ഷപ്പെടുന്നത് ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് തുടങ്ങുന്ന സമയത്ത്, ഒരാൾ തൻ്റെ സോൾ പാത്തിലേക്ക് തിരിയുന്ന സമയത്ത്, പഴയ എനർജി അവസാനിക്കുന്ന സമയത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലമുണ്ടല്ലോ, വനപർവം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള സ്ഥലം, അതിൻ്റെ പ്രദേശങ്ങളിൽ പോലും ടെമ്പറേച്ചർ വനത്തിൻ്റെ അടുത്തായതുകൊണ്ടായിരിക്കണം
വളരെ മനോഹരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. അപൂർവമായിട്ടുള്ള പക്ഷികൾ, ചിത്രശലഭങ്ങളൊക്കെ അതിലെ വിരാജിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണത്. ഈ ഹൂപ്പുവിൻ്റെ തലയിലെ കിരീടം എന്ന് പറയുന്നത് ക്രൗൺ ചക്ര സിമ്പിളായിട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഹയർ കോൺഷ്യസ്നെസ്സിനെ, അതുപോലെ തന്നെ സോൾ ആക്ടിവേഷൻ, സ്പിരിച്വൽ ലീഡർഷിപ്പ്, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കണക്കിലെടുക്കാനായിട്ട് സാധിക്കും. ഇസ്രായേലിൽ ഇത് സ്പിരിച്വൽ കിങ്ഷിപ്പ് ബേർഡ് എന്നാണ് പറയപ്പെടുന്നത്. ഈ പക്ഷി കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ സ്ഥലത്തിൻ്റെ എനർജി ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. ഈ ഭൂമി ഒരു നെക്സ്റ്റ് സ്പിരിച്വൽ ഫേസിലേക്ക് കടക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്കിങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാനും സമാധാനമായിട്ടിരിക്കാനും സുഹൃത്തുക്കളോടൊപ്പം സമാധാനത്തോടു കൂടി നടക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ വനപർവ്വം എക്കോ ടൂറിസം എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൂപ്പു നിങ്ങളെ കണ്ടതാണ്, നിങ്ങൾ അതിനെ കണ്ടതല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ഇന്നർ പാത്ത്, അവയർനെസ്, സ്പിരിച്വൽ ജേർണി ഇവയുമൊക്കെ ആയിട്ട് റെസൊണൻസ് ഉണ്ടായതുകൊണ്ടാണ് ഈ സൈറ്റിങ് ഈ ലൈഫ് ടൈമിൽ കാണാൻ സാധിച്ചതെന്ന് മനസ്സിലാക്കുകയാണ്. ഇതിലുള്ളൊരു ഹിഡൻ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, നമ്മുടെ വഴി തുറക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾ ഗൈഡഡ് ആണ്. അതുകൊണ്ട് സത്യം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതിൻ്റെ ഒരു അടയാളവും കൂടിയാണ്. ഈ കണ്ടതൊരു പക്ഷിയല്ല, ഇതൊരു സ്പിരിച്വൽ സൈൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ മെസ്സഞ്ചർ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ആ പക്ഷിയെ കാണുന്ന സമയത്ത് അത്രയും എനർജി നമുക്ക് ലഭിക്കുകയാണ്. അതിൻ്റെ ഓറ അത്രയും ശക്തമായിരുന്നു. അപൂർവമായിട്ടുള്ള കാഴ്ച, പ്രകൃതി നമ്മളെ എപ്പോഴും റീചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രകൃതിയോട് അടുക്കും തോറും പ്രകൃതി കൂടുതൽ അത്ഭുതങ്ങൾ, നമുക്കത് ദർശിക്കാനുള്ള കണ്ണുണ്ടെങ്കിൽ നമ്മളെ കാണിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്തേ.